ആ സമയത്ത് ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടൻ്റെ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും കല്യാണം ആലോചിച്ചിരിക്കുന്നു, കാണാൻ നല്ല പെണ്ണ് കിട്ടുന്നില്ല. ഇവിടെ നന്നായിട്ട് അറിയായിരുന്നു, ആ സമയത്ത് അറിയായിരുന്നു. അന്നത്തെ സ്വഭാവമൊക്കെ തന്നെ ഇപ്പോഴും. പിന്നെ നമ്മുടെ മാങ്ങയുടെ എണ്ണയുടെ എടുക്കുമ്പോഴല്ലേ നമുക്ക് അതുപോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റടിക്കാൻ വേണ്ടി ഒരു അപ്പം നമ്മൾ അത് ആ വീട് നമുക്ക് വെറുകുവരായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനുവേണ്ടി തൽക്കാലം അത് ഒരു കൊല്ലം താമസിക്കുന്നു, പുതിയ വീട് വയ്ക്കുന്നു. ആ ഒരു കൊല്ലം എന്ന് പറഞ്ഞിട്ട് 13 കൊല്ലം ഞങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചു. അച്ഛമ്മ മരിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അച്ഛമ്മ മരിച്ചപ്പോൾ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ചുരുങ്ങിയത് ഒരു 30-35 ആൾക്കാരുണ്ടായിരുന്നു. ആ 35 പേരുണ്ടായിരുന്നത് ആ ചെറിയ വീടിൻ്റെ ഉള്ളിലാണ്. അയ്യോ വേണ്ട, ഒരു പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം ഒരു ഓൾഡ് ജനറേഷൻ പറയാറുണ്ട്. ചേട്ടൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാറിൽ വെക്കുന്ന പാട്ടുകൾ ഇട്ട് ഞങ്ങൾ മരിച്ചു സംശയം ഞങ്ങളിങ്ങനെ ഉറങ്ങും. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേൽക്കു നീട്ടിയില്ല. PK കപ്പിൾ അതുപോലെ തന്നെ ട്വിൻ സ്റ്റാർസ് എന്ന ഈ യൂട്യൂബ് പേജസിലൂടെ നിങ്ങൾക്ക് കാണാൻ ഏറെ ഇഷ്ടമുള്ള ഫാമിലി യൂട്യൂബേഴ്സ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്നെ ജോയിൻ ചെയ്യുന്നത്. സോ ഓൺ മൈ ലെഫ്റ്റ് ഐ ഹാവ് നമ്മുടെ സ്വന്തം കീത്തു ആൻഡ് നിഖിൽ, കീർത്തന ആൻഡ് നിഖിൽ. അതുപോലെ തന്നെ ഓൺ മൈ റൈറ്റ് ഐ ഹാവ് അഞ്ജു, അതുപോലെ തന്നെ നിതീഷ്. പിന്നെ പാറുക്കുട്ടി ഉണ്ട് അലോങ് സൈഡ്. ഹായ് പാറു, ഒരു ഹായ് പറ ക്യാമറ നോക്കിയിട്ട്. അയ്യോ എന്താ നാണം, ഭയങ്കര നാണം. ആ പറഞ്ഞ ഒരു ഹായ് പറഞ്ഞ. അപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോ തന്നെ ഞാൻ പറയണ്ടായിരുന്നു PK കപ്പിൾ അതുപോലെ തന്നെ ട്വിൻ സ്റ്റാർസ് 2 യൂട്യൂബ് പേജസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതും ലൈക്ക് കുറെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് ഫാൻ ബേസ് ഉള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ട്വിൻ സ്റ്റാർസ് എന്നുള്ള പേര് വന്നത്? അല്ലു അയിനും ട്വിൻസ് ആണ്. ഞാൻ ഓർത്തത് നിതീഷ് ചേട്ടനും നിഖിൽ ചേട്ടനും ട്വിൻസ് ആണെന്നാണ്. കാഴ്ചയിലെ ട്വിൻസ് ആയിട്ട് തോന്നുമെങ്കിലും ഇല്ലില്ല, ലൈക് ബ്രദേഴ്സ് ആണെന്ന്. പിന്നെ ഐഡന്റിക്കൽ ട്വിൻ അല്ല, എന്നാലും ചിലര് അങ്ങനെ ചായ വ്യത്യാസമായിട്ടുള്ള ട്വിൻ വരുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ലെറ്റ് മീ ക്ലിയർ ദാറ്റ് ഫസ്റ്റ്. ആരാണ് ഇതിൽ ട്വിൻ? നിങ്ങൾ എന്താണ് അങ്ങനെ പേരിട്ടത്? അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനൽ ട്വിൻ സ്റ്റാർസ്. PK കപ്പിൾസ് ആണ് ആദ്യം ഉണ്ടായിരുന്ന ചാനൽ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ജസ്റ്റ് ഒരു സബ് ചാനൽ വേണമല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ജസ്റ്റ് തുടങ്ങി. അപ്പം കീത്തുവിന്റെയും എന്റെയും പിക്കാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ട്വിൻ സ്റ്റാർസ് ഇടാം എന്ന് തോന്നി, അങ്ങനെ ഇട്ടത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേറെ കാരണമൊന്നുമില്ല. ഇല്ലില്ല, ആ ഒരു ടൈമിൽ ആ ഒരു പേര് ഇഷ്ടമായി. ഞാനതൊന്നും പറഞ്ഞതല്ലേ, ഇഷ്ടമായി ആ ഒരു സംഭവം വെച്ച് ട്വിൻ സ്റ്റാർസ്. എന്തെങ്കിലും മൊത്തത്തില് വീട്ടിലാകെ ജഗ പോക ബഹളമാണ്. ഒരു നല്ല രസമാണ്. കുറച്ചു നേരം കണ്ടപ്പോ തന്നെ ഹാളിലേക്ക് എൻ്റർ ചെയ്തപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലൂസിനെ അനൂസിനെ എടുത്ത് പിടിച്ചിരിക്കുന്നു. അപ്പം പക്ഷെ എന്തിനാ ഈ ചെക്കന്മാരെ എപ്പോഴും എടുത്ത് പിടിച്ചിരിക്കുന്നത്? കുറച്ചു നേരം കഴിയുമ്പോ താഴെ നിർത്തിയപ്പോഴാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് അവർ എടുത്ത് കിട്ടുന്ന അവസരമൊക്കെ മുതലാക്കുന്ന. എവിടെ പോയാലും ആ സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ഇത്? ആൾക്കാർ പിന്നീട് വന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടാളും ട്വിൻസ് ആണോ അല്ലെ? കീത്തു അഞ്ജും ട്വിൻസ് ആണോ? അപ്പൊ ട്വിൻസ് അല്ല എന്ന് പറഞ്ഞത് പിന്നെ ആൾക്കാരുടെ സംശയം നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ്. ഇതൊന്നും അല്ല, ഇവര് ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഹൗ ഡിഡ് യു ഗൈസ് ബിക്കം എ ഫാമിലി? ചാനൽ ഇട്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറഞ്ഞെടുക്കാം. ഞങ്ങള് സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. 9ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ദിവസം എൻ്റെ കോളേജിൽ ഞാൻ MCAക്ക് പോകുന്ന ടൈമിൽ അഞ്ജുവിനെ കണ്ടു. അപ്പോഴേക്കും അഞ്ജു ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കണ്ടു, സംസാരിച്ചു. അപ്പൊ തന്നെ എന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാര്യം വ്യക്തമായി പറഞ്ഞു. എന്റെ കണ്ടപ്പോ തന്നെ അനിയന് കല്യാണം ആലോചിക്കുന്നുണ്ട്, നിന്നെ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ പറയും ആ കല്യാണാലോചന എന്റെ വീട്ടിൽ പറഞ്ഞാൽ കേട്ടിട്ടും കൂടില്ല. അപ്പൊ ഞാൻ പറയാം ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു ഇങ്ങനെ മെസ്സേജ് അയക്കലായി, വിളിക്കലായി. അനിയനുണ്ട് ഇവിടെ, അനിയന്റെ ഫോട്ടോ അടിച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ് കൂട്ടുകാരി. അനിയനിപ്പൊ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോള് അനിയന് വരുന്ന ആലോചനയൊക്കെ നല്ല ഇച്ചിരി. അപ്പൊ എന്റെ മനസ്സിൽ
എന്റെ ഒരു വൈബത്ത് പോകാൻ പറ്റുന്ന അപ്പൊ അർജുന്റെ കല്യാണം എത്രാമത്തെ വയസ്സിൽ കഴിഞ്ഞത്? 19 വയസ്സിൽ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞാ? അത് ശരി. അത് 2 ഡിഗ്രി കഴിയലും കല്യാണം കഴിയലും ഒരുമിച്ച്. അതിന്റെ പുറകിൽ എന്തെങ്കിലും കഥ, ലവ് മാരേജ് ആയിരുന്നില്ല? അല്ലല്ല, എന്റെ ജാതകത്തിലുള്ള ചെറിയൊരു അങ്ങനെയല്ല. എനിക്ക് ആ സമയത്താണ് കല്യാണാലോചന യോഗ ഉണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ സമയത്ത് കെട്ടിച്ചു. അപ്പൊ ഇവളെ കണ്ടപ്പോൾ അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവന് പറ്റിയ പെൺകുട്ടീനെ. അപ്പൊ ഇവളാണെങ്കിൽ സെറ്റ്. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, അതായത് അരവട്ടം മുഴുവട്ടും ചേർന്ന് വരുന്നുണ്ട്, അങ്ങോട്ടേനല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇട്ട് നോക്കിയതാണ്. ഇട്ട് നോക്കി. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ വീട്ടിലെല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അവിടെ നല്ല കുടുംബം, ചേട്ടൻ, അച്ഛൻ, അമ്മ, ചേച്ചി, അതെ, നല്ലൊരു ഹസ്ബൻഡ് ആയിരുന്നില്ല, നല്ലൊരാള്. അപ്പൊ ഞങ്ങളൊന്നും നോക്കിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അനിയനെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയുള്ള ആളാണ്, എന്റെ കോൺസെപ്റ്റിനൊക്കെ മാച്ച് ചെയ്യുവോ, ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഫോട്ടോ കണ്ടിരുന്നു? ആ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. അതായത് ഞങ്ങൾ വിളിക്കുമ്പോ ഞാൻ ഇവനെ പറ്റി ഇങ്ങനെ അതെങ്ങനെയാ സൈഡില് ചാട്ടം എന്റെ ഫോണിൽ നിന്ന് ഞാൻ ഇവനെ ചാറ്റ് ചെയ്യാറ്. അപ്പൊ നിഖിൽ പറഞ്ഞു, ചേച്ചി ഞാനൊന്ന് ഞാൻ നൈസായിട്ട് ആ ഫോൺ മേടിച്ചിട്ട് ചേച്ചിയാണെന്ന് പറഞ്ഞോണ്ട് ഇവളുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ചോർത്തി. എന്ത് സാധനം ഇതൊക്കെ ഈ സത്യങ്ങളൊക്കെ അതൊന്നും സത്യം. എനിക്ക് നമുക്ക് നന്നായിട്ട് അറിയാം അഞ്ചു ചാറ്റ് ചെയ്തും. പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങി എങ്ങനെയാണ്. പിന്നെ ആളുടെ ഇഷ്ടങ്ങൾ അറിയാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയാളെ ഞാൻ എന്തായാലും കെട്ടും എന്നൊരു സാധനം നമുക്ക് തോന്നാനായിട്ട് ഉണ്ടായിരുന്നു എന്തായിരുന്നു? അത് എനിക്ക് ആ സമയത്ത് നീലിന്റെ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ വരണ്ടപ്പോ ഞാൻ കൊള്ളാം, അങ്ങനെ വരെ കൊള്ളാം. അത് എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തൊരു കേസ്. പിന്നെ എനിക്ക് ആ സമയത്ത് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടന്റെ ഒരു സമയത്ത് എനിക്ക് അതല്ല, അന്ന് ആ സമയത്ത് ചേട്ടനായിട്ടാണ് കൂടുതലായി സംസാരിച്ചിരുന്നത്. ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്, ഇപ്പോഴും ഭയങ്കര കെയറിംഗ് ആണ്. എന്നെ ഒരു ശരിക്കും ഒരു സിസ്റ്റർ പോലെയാണ് നോക്കി. അപ്പൊ ആ ടൈമിൽ എനിക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള കൊതി കുറച്ച് കൂടുതലായിരുന്നു. അവിടെ ചെന്ന അടിപൊളിയായിരിക്കും. എനിക്കാണെങ്കിലും വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങോട്ട് വരാനുള്ള തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു പറഞ്ഞിരിക്കുമ്പോ അവിടെ ഭയങ്കര സംഭവം. ഇപ്പോഴും സംഭവം തന്നെ, വീട്, ബന്ധുക്കള്, പിന്നെ ചേട്ടൻ, നിഖിലൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും ചേട്ടനെ വൈകിട്ട് വിളിക്കും. ഇവരെന്തായാലും എന്നെ കോൾ ചെയ്യും. ചേട്ടൻ നന്നായിട്ട് പാടും. അപ്പൊ എനിക്ക് പാട്ടൊക്കെ പാടിത്തരും. ഞാൻ മൈൻഡ് കൊണ്ട് ഞാൻ വളരെ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത് കല്യാണം കഴിക്കാൻ. ഓക്കെ, അപ്പം ബൈക്കും ഫാമിലിയും കണ്ടിട്ടാണ് കീത്തു ഫ്ലാറ്റ് ചേട്ടാ പറ, എന്ത് കണ്ടിട്ടാണ് ഓക്കെ ഈ കുട്ടിയെ എന്റെ വൈബ് ഫാമിലിയിലേക്ക് കൊണ്ടുവരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാന്നല്ല, സീരിയസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ IPL കാണുമായിരുന്നു. ഞങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും. ഇവൾക്ക് മുംബൈ ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മുംബൈ ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ്ലി ഞങ്ങളിങ്ങനെ മെസ്സേജ് ചെയ്യുക കാര്യങ്ങളായപ്പോ പിന്നെ നമ്മള് സാധാരണ സംസാരിക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് ആളായിട്ട്. സ്വാഭാവികമായിട്ടും കല്യാണം ആലോചിച്ചിരിക്കുന്നു, കാണാൻ നല്ല പെണ്ണ് കിട്ടുന്നില്ല. ഇതിന് ആലോചനകളൊക്കെ വന്നിരുന്നു. എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ 5 എണ്ണത്തിന് പോയി കണ്ടിട്ടുണ്ട്. അവന്റെ ഒരെണ്ണത്തിന് പോലും കണ്ടിട്ടില്ല. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ നല്ല കുട്ടി, പഠിപ്പുണ്ട്, ഇത് രണ്ടും നമ്മൾ മെയിൻ ആയിട്ട് നോക്കും. കിട്ടിക്കൂടാ ഇവിടെ നന്നായിട്ട് അറിയായിരുന്നു, ആ സമയത്ത് അറിയായിരുന്നു. അന്നത്തെ സ്വഭാവമൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. പിന്നെ നമ്മുടെ മാങ്ങയുടെ അണ്ടിയുടെ എടുക്കുമ്പോഴല്ലേ നമുക്ക് അതുപോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്കെ. അപ്പം അങ്ങനെയാണ് ഈ കല്യാണം അറേഞ്ച് ചെയ്തത്. ഇപ്പം ആദ്യം വന്ന മരുമകൾ എന്ന നിലയ്ക്ക് പറയൂ, എത്രത്തോളം ബ്ലെസ്ഡ് ആണ്? അതായത് 19 വയസ്സ് പറഞ്ഞ കുഞ്ഞു കൊച്ചല്ലേ, ഒരു ഭാര്യയായിട്ട് വീട്ടിൽ ചെല്ലുകയാണ്. അത് ശരിക്കും ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അതിപ്പോ ഞാനായാലും കീത്തു ആയാലും ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. കാരണം ഫാമിലിയില് അച്ഛനമ്മ കളിയാക്കല്ലേ, അച്ഛനമ്മ ഭയങ്കര സപ്പോർട്ടാ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാ. പിന്നെ നമ്മള് വന്നു കയറിയൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എല്ലാ വിധത്തിലും സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി
വലിയൊരു ഫാമിലി, അതായത് കൂട്ടുകുടുംബമാണ് ഞങ്ങൾക്കുള്ളത്. കുറേ ആൾക്കാരുണ്ട്, നമ്മൾ എല്ലാ മാസവും ഒത്തുകൂടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അടിയിൽ നമ്മുടെ 3 അമ്മമാരുണ്ട്, ഞങ്ങളുടെ അമ്മയുണ്ട്, ഞങ്ങൾ 2 പേരുടെ അമ്മമാരുണ്ട്, ചേട്ടൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പച്ചൻ ചോദിക്കും. കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ചു, നിന്റെ ചാനലിൽ എന്താ ഏത് വീഡിയോ പോയത്, നിന്റെ ചാനലിൽ ഏത് വീഡിയോ പോയത്, അങ്ങനെ ചോദിക്കും. അതായത് നല്ല സപ്പോർട്ടാ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അവരുടെ ഭയങ്കര സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. എന്തായാലും ഇവരൊക്കെ വാതോരാതെ സംസാരിക്കുന്നു, ഇതിന്റെ ഇടയിൽ സൈലന്റ്. പാറില്ല നിധിഷേട്ടൻ എന്താ, നിധിഷേട്ടൻ ഒന്നും മിണ്ടാതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. നിധിഷേട്ടൻ പൊതുവെ ഇങ്ങനെ ക്വയറ്റ് ആണോ? യെസ്, അതായത് നമ്മക്കിടയിൽ മാത്രം സ്പേസ് കൊടുക്കുവോ? ഇല്ല, ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പൊ ഒരു സഭാകമ്പം ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ, പക്ഷെ അത് തുടങ്ങി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഓക്കെയാണ്. നമുക്ക് നിധിഷേട്ടന്റെ സഭാകമ്പം മാറ്റാം. അടുത്തതായി നമുക്ക് വേണ്ടി നിധിഷേട്ടൻ ഒരു ഗാനം ആലപിക്കും. അടിച്ചു പാടേട്ടാ. അയ്യോ വേണ്ട, ഒരു പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം പഴയത് വേണ്ട. ഒരു ഓൾഡ് ജനറേഷൻ പറയാറുണ്ട് അടുത്ത് പറയാറുണ്ട്. ചേട്ടൻ ഇവര് തന്തമായി പാക്കാറുണ്ടോ? ഞങ്ങള് ചേട്ടൻ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കാറിൽ വെക്കുന്ന പാട്ടുകൾ കേട്ട് ഞങ്ങൾ മരിച്ചു സംശയം ഞങ്ങളിങ്ങനെ ഉറങ്ങും. ചേട്ടാ, തന്ത വൈബ് ഇസ് ദ ന്യൂ വൈബ്. യു ഗോ ഓൺ. പിന്നെ കഴിഞ്ഞ ദിവസം സലീം കുമാറോട് നിങ്ങൾ എന്താ ചെയ്തേ? സംഭവം 90 kids ആണ്, എന്തായാലും ഞങ്ങൾ സൂപ്പറാണ്. ഷൗട്ട് ഔട്ട് ടു ഓൾ ദ 90 kids out there. ചേട്ടാ പാടേട്ടാ. ചെവി കുത്തിരിക്കുന്ന കുട്ടി അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീല രാവിലെ കാന്തതയിൽ നിന്റെ മിഴിയിലെ നനവൊപ്പി മാച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്നിനവെന്നും നിന്നറിയുന്നതായി, നിന്നെ തഴുകുന്നതായി. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേൽക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേൽക്കു നീട്ടിയില്ല. ആക്ച്വലി ചേട്ടൻ ഇതിനേക്കാളും നന്നായിട്ട് പാടുന്ന, പക്ഷെ ഇപ്പൊ എന്തോ ടെൻഷൻ ഉണ്ട് അല്ലെ, കുറച്ച് ട്രെയിൻ എടുക്കേണ്ടി വന്നില്ലേ? എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു? ചേട്ടാ നന്നായി പാടി, സൂപ്പർ. ചേച്ചി, ഓ ചേച്ചി സോറി, ചോദിക്കും നീ എന്തിനാണ് ഇവരെ കേറിയിട്ട് ചേച്ചിനെ വിളിക്കണേ? നീ ഒരു തള്ളയാണല്ലോ. ഞാൻ തള്ളയല്ല. ഹലോ, 24 വയസ്സുള്ള കൊച്ചിനെ തള്ള. ചേച്ചിനെ വിളിച്ചോടാ? ഇല്ല, എന്നാലും വേണ്ട, ഞാൻ ആദ്യമേ വിളിച്ചു പോലെ. ചേച്ചി വിളിക്കണോ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, നിങ്ങളുടെ ഒരു പെക്യൂലിയാരിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള കപ്പിളാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി ഒരു കാറ് വാങ്ങിയതിനെ പറ്റിയിട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങൾ തന്നെ കെട്ടിപ്പടുത്ത് ഉയർത്തിയെടുത്ത ഒരു ജീവിതമാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ്? ലൈക്ക് ഹൗ പ്രൗഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഞങ്ങളിപ്പോൾ ഞാനൊക്കെ ചേട്ടനാല് ഞങ്ങൾ ഏറ്റവും താഴേന്ന് വന്നവരാ, ഏറ്റവും ബേസിൽ നിന്ന്. ഇപ്പോൾ വലിയ ആൾക്കാരായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് വളർച്ചകൾ അനുഭവിച്ച് വന്നതിൻ്റെ പേരിൽ ഏത് ഒരാളുടെ ചെറിയ അനുഭവങ്ങളും വലിയ അനുഭവങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ ചെറിയ സാധനം വാങ്ങിക്കുന്നതും കിട്ടുന്നതും അത്ര അധികം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നതും കേട്ടോ. സന്തോഷം പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതിൽ നമുക്ക് വിഷമം വരാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങളെല്ലാം ഷെയർ ചെയ്യും. ഇപ്പം എനിക്കൊരു തിങ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വേണം, അതിപ്പോൾ എൻ്റെ ചേട്ടനോടാണെങ്കിലും ഇപ്പോൾ ഈ കേസാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്യണം. പിന്നെ വീട്ടിലെ ഒരു കാര്യം ഒറ്റയ്ക്ക് എന്നുള്ള സംഭവം ഇല്ല. അത് നിഖിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചേട്ടനോടും കൂടി ആലോചിച്ച് ചേട്ടനും കൂടി സംസാരിച്ച് അതെനിക്ക് അതിന് ഭയങ്കരമായിട്ട് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവർക്കിത് എങ്ങനെ ഇത്രയും നല്ല അയ്യോ കണ്ടു തട്ടാതിരിക്കട്ടെ, എപ്പോഴേ പറയും ടെൻഷനാണ് പറയുമ്പോഴും
അത് അവരുടെ ഒരു സ്നേഹം കണ്ടിട്ടാണ് ഞങ്ങളും ഇപ്പൊ നിഖിലൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ എനിക്ക് വരും ചേട്ടൻ വാങ്ങിക്കുന്ന സംഭവം ഞാൻ ചോദിക്കും. ഇപ്പൊ അഞ്ചു എന്നോട് പറയും നിഖിലിനെ വാങ്ങിക്കില്ലെങ്കിൽ അവന് വിഷമാവും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നിഖിലിന് മാത്രം വാങ്ങിച്ചാൽ മതി. പക്ഷെ അവസാനത്ത് എനിക്ക് സെയിം സ്നേഹം റെസ്പെക്റ്റും സംഭവം ഒക്കെയാണ്. ഇവരുടെ ആ ഒരു ഷെയറിങ്ങും കെയറിങ്ങും കണ്ടിട്ടാണ് ഞങ്ങളും ഇനിയിപ്പോ ഞങ്ങളുടെ മക്കളായാലും വളർന്നു വരണം. ഞങ്ങൾ എപ്പോഴും പറയും നമ്മുടെ മക്കളായാലും ഇവരെ പോലെ ആയിരിക്കണം. ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഇവരൊട്ടും ഫേസിൽ പറയില്ല. ഇപ്പൊ എന്തെങ്കിലും നിഖിലിന് ഏട്ടനോട് പറയാനുണ്ടെങ്കിൽ നിഖിൽ ഒട്ടും ഏട്ടനോട് പറയില്ല, നിഖിൽ എന്നോട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കത് നേരിട്ട് പറഞ്ഞൂടെ, നിഖിൽ പറയില്ല. അവൻ ചേട്ടനോട് അങ്ങനെ പറയില്ല, അതായത് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യം പറയത്തില്ല. ചേട്ടനാണെങ്കിലും വിഷമിപ്പിച്ചിട്ടേ പറയത്തില്ല, അങ്ങനെയാ. അപ്പൊ ഞങ്ങൾ പറയും നമ്മുടെ ഇപ്പൊ ഇങ്ങനെ 3 മക്കൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പറയും ഇവര് നമ്മുടെ ചേവരെ പോലെ ആയിരിക്കണം വെച്ചാ ഒരുമിച്ച് കളിച്ച് വളർന്ന് എല്ലാം ഷെയർ ചെയ്ത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങള് വീട്ടില് എന്റേത് നിന്റേതെന്നുള്ള സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ നമ്മുടെ വീട് സ്വർഗ്ഗമായിരിക്കും ആ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ. ഇപ്പൊ കുഞ്ഞിലേ തൊട്ട് വേണം വേണം എന്ന് ആഗ്രഹിച്ച് ഇന്ന് നിങ്ങളെ സ്വന്തമാക്കിയ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏട്ടാ പറയാ? ഈ ജീവിതം നമ്മൾ അങ്ങനെ വേണം എന്ന് തീരുമാനിച്ചിട്ടുള്ള എല്ലാ എന്താ പറയാ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളൊരു ഒരു ദിവസം ആയാലും സന്തോഷത്തോടെ ഇരിക്കണം. അത് ഭയങ്കര ഇതാണ്. പിന്നെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. ആലോചിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കുകയാണ്. നമുക്കൊരു വീട് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് പറഞ്ഞു ശരിയാണ്. ഞങ്ങൾക്കൊരു സംഭവമായിരുന്നു. കാരണം ഞങ്ങൾ വീട് പണിയുടെ ചേട്ടൻ ഗൾഫിന് പോയതിന് ശേഷമാണ്. അന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും ചെറിയൊരു കുടിലിൽ വരെ കിടന്നിട്ടുണ്ട്. വലിയ വീട് പൊളിച്ചിട്ട് വീടാറായ വീട് നമുക്ക് പൊളിക്കേണ്ട അവസ്ഥ വന്നിട്ട് നമ്മൾ ആദ്യം ചെറിയൊരു സാധനം വെച്ച് കെട്ടുന്നു. ചേട്ടൻ നേരത്തെ വീട്ടില് ഈ പറഞ്ഞ തന്നെ ജസ്റ്റ് ഒന്ന് കുറ്റടിക്കാൻ വേണ്ടി ഒരു അപ്പൊ നമ്മൾ അത് ആ വീട് നമുക്ക് വെറുതെ ഉപയോഗിക്കാം. അപ്പൊ അതിനുവേണ്ടി തൽക്കാലം അത് ഒരു കൊല്ലം താമസിക്കുന്നു, പുതിയ വീടിക്കുന്നു. അല്ല ആ ഒരു കൊല്ലം എന്ന് പറഞ്ഞിട്ട് 13 കൊല്ലം ഞങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചു. ഒരു മുറി അതിനകത്ത് ഞങ്ങള് 13 കൊല്ലം നിന്നു. ഞാനും അച്ഛനും അനിയനും കൂടി. അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മ മരിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അച്ഛമ്മ മരിച്ചപ്പോ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ചുരുങ്ങിയത് ഒരു 30-35 ആൾക്കാരുണ്ടായിരുന്നു. ആ 35 പേരുണ്ടായിരുന്നത് ആ ചെറിയ വീടിന്റെ ഉള്ളിലാ. നിങ്ങൾ രണ്ടാളും നേരത്തെ തന്നെ പറഞ്ഞു ഒരാള് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എന്നാൽ മറ്റേ ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇപ്പൊ ഒരു വീട്ടിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലാഷസ് ഉണ്ടാകുമ്പോൾ ഇവർ രണ്ടാളും റിയാക്ട് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് രീതിയിലായിരിക്കും. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഫ്രം ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. വളർത്തിയിരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനമ്മയും വളർത്തിയതായത് കൊണ്ട് തന്നെ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഒക്കെ ഒരു പരിധി വരെ സിമിലർ ആയിരിക്കും. എങ്കിലും ചില ഈഗോ ക്ലാഷസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ടാക്കിൾ ചെയ്യുക? ആൻഡ് ആ ഒരു പ്രോബ്ലം സോൾവിങ് തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചുക്കാൻ പിടിച്ച് മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും? എടാ ഞങ്ങൾ സംസാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും നീ ചെയ്ത് ശരിയായില്ല കേട്ടാ. ആണോ? എനിക്കിപ്പോ എന്തെങ്കിലും ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് ആരായിട്ടും തല്ലുകൂടി വിഷമം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം. എനിക്കത് ഉറങ്ങാനൊന്നും പറ്റില്ല. ചെറിയൊരു വാക്കുകൊണ്ട് പോലും എങ്ങനെയായാലും എനിക്കായാലും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഞാൻ അഞ്ചിനോട് പറയുമ്പോൾ എനിക്കിത് വിഷമമായിട്ടാന്ന് പറയും. ഞാൻ ഇങ്ങനെ പറയാം എനിക്കിത് വിഷമമായിട്ടേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാം. പക്ഷെ അപ്പൊ അവൾക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു ഈഗോ ക്ലാഷസ് എന്ന് പറയുന്ന സംഭവം വിശ്വസിക്കാന്ന് അറിയില്ല, അതുമായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാവാതിരിക്കട്ടെ പറയുമ്പോള് അതായത് എല്ലാം സംസാരിക്കുള്ളൂ. മനസ്സിൽ വെക്കില്ല. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല. ഞാൻ ചിലപ്പോ അത് സംസാരിക്കുമ്പോ ഞാൻ കുറെ കാര്യം നീ എന്തിനാ എന്നോട് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട് ഒച്ചുണ്ടാക്കി പറയില്ല. ഞാൻ എപ്പോഴും അവളെ ചീത്ത പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് അവൾക്ക് വിഷമം വരാം. അപ്പൊ ചിലപ്പോൾ ഇവള് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്തെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാനിങ്ങനെ കഴിക്കണിട്ട പറയണം എന്തേലും കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അങ്ങനത്തെ കാര്യമൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. പക്ഷെ ഞാനെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഓക്കെ ഇപ്പൊ ഇവള് എന്നോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടെ തിരക്കായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഞാനങ്ങനെ ഓക്കെയും. അപ്പൊ അവള് ഈ സെയിം കാര്യത്തിന് ഇവള് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയും ഇത്രയും ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ ആവല്ലേ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടല്ല അങ്ങനെ പറയും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളോട് പറയാടി നീ എന്താ അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ല. അവള് നീ എന്താ അങ്ങനെ അതെന്താന്നറിയോ, എന്റെ വീട്ടില് എനിക്ക് സംസാരിക്കാനായിട്ട് ഞാൻ എൻ്റെ അമ്മമ്മ ആ ഒരു എന്താ പറയാ റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് കസിൻസ് ചേട്ടന്മാര്
ചേച്ചി അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് ഒക്കെ കിട്ടിയത്. അപ്പം ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഇപ്പോഴാണ് തീർക്കണത്. എനിക്ക് ആ ഒരു സമയത്തൊന്നും പറ്റിയിരുന്നില്ല. അമ്മ അപ്പളേ പറയുമായിരുന്നു കല്യാണം കഴിയട്ടെ അപ്പം എല്ലാം സെറ്റും. അപ്പം എനിക്ക് പിന്നെ സെറ്റും. പക്ഷെ എന്താ പറയുക, നാവ് നല്ലതായിരുന്നു പൊന്നായെന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ്. അപ്പം എനിക്ക് ഇവരെല്ലാവരും, ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നന്നായി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരും തിരിച്ച് അതേ രീതിക്ക് തന്നെ എൻ്റെ അടുത്ത് ആവർന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം അതിനൊരു 5 അങ്ങനെ ശരിയാവില്ല ഗീത്തോ, എല്ലാവർക്കും ഇങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളല്ലാണ്ട് വേറൊരാൾ അതേ രീതിക്ക് പെരുമാറുന്നില്ല. പക്ഷേങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് എനിക്കത് കിട്ടണം, അതെനിക്ക് വേണം എന്നുള്ള സംഭവം വരും. അപ്പം എനിക്ക് ചെറിയ വിഷമം കിട്ടാണ്ടാവുമ്പോൾ ചില കാര്യങ്ങൾ.